നിതിൻ നബിൻ സിൻഹ 45 വയസ്സ്. ബി.ജെ.പി. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബീഹാറിൽ നിന്നുള്ള നിതിൻ എത്തുന്നു. ജെ.പി. നദ്ദയുടെ പിൻഗാമിയായി ഈ 45 വയസ്സ് മാത്രമുള്ള നേതാവിലേക്ക് പാർട്ടിയുടെ ചുമതല എത്തുമ്പോൾ അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ആര് എന്ന ചർച്ച കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, അപ്രതീക്ഷിത നിയമനങ്ങൾ കൊണ്ട് ബി.ജെ.പി. പലപ്പോഴും സ്വന്തം അണികളെ ഞെട്ടിക്കാറുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു നിതിൻ നബി സിൻഹയുടേതും. ബി.ജെ.പി. തലമുറ മാറ്റത്തിന്റെ സൂചന കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. നിതിൻ ബി.ജെ.പിയുടെ 3ാം തലമുറയിൽപ്പെട്ട നേതാവാണ്. കൂടാതെ പൊതുസമൂഹത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു പേര് ബി.ജെ.പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നതും ആദ്യമായാണ്. മാത്രമല്ല, ഇതാദ്യമായാണ് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒരു നേതാവ് എത്തുന്നതെന്ന പ്രത്യേകതയും അദ്ദേഹത്തിന്റെ നിയമനത്തിലൂടെയുണ്ട്. ഈ ചുമതല വഹിക്കുന്ന ബീഹാറിൽ നിന്നുള്ള ആദ്യ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഒറ്റ വാക്യത്തിൽ ആരാണ് ഈ നേതാവെന്ന് പറഞ്ഞാൽ, ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ അടിവേരിളക്കിയ ഭൂപേഷ് ബാഗേലിനെ തറ പറ്റിച്ച യുവാവ്, അതാണ് നിതിൻ നബി. ഏത് സങ്കീർണമായ രാഷ്ട്രീയ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനും സംഘടനാ തന്ത്രങ്ങൾ വളരെ കൃത്യമായും സൂക്ഷ്മമായും നടപ്പാക്കാനുമുള്ള കഴിവാണ് ഈ 45-കാരനെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചത്. ശക്തമായ ബി.ജെ.പി. പാരമ്പര്യമുള്ള കുടുംബം. അച്ഛനാണ് നിതിന്റെയും രാഷ്ട്രീയ പാഠപുസ്തകം. ബി.ജെ.പി. നേതാവും മുൻ എം.എൽ.എയുമായിരുന്ന പരേതനായ നബിൻ കിഷോർ പ്രസാദാണ് അച്ഛൻ. പട്നയിലാണ് ജനനം. സംഘടനാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ABVP-യിലൂടെയാണ്. അച്ഛന്റെ മരണശേഷം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച അദ്ദേഹം കഠിന പ്രയത്നത്തിലൂടെ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായി വളർന്നു, അല്ല മാറി. ആദ്യം എം.എൽ.എ. ആകുന്നത് 26-ാം വയസ്സിലാണ്. 2026-ലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയം കൊയ്തു, അതും 60,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പിന്നീട് 2010, 2015, 2020, 2025 വർഷങ്ങളിൽ തുടർച്ചയായി 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വിജയക്കൊടി പാറിച്ച് അരക്കെട്ടുറപ്പിച്ചു. നിതിൻ നബിന് കരുത്തായത് 2 പതിറ്റാണ്ടിന്റെ സംഘടനാ പരിചയം തന്നെയാണ്. അതിനാൽ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ നയിക്കാനുള്ള ചുമതല നൽകുന്നതിൽ പാർട്ടിക്ക് മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഒപ്പം ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചുള്ള ആഴത്തുള്ള ബോധ്യവും അറിവും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുള്ള മികവ്, നിലവിലെ നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന സൂക്ഷ്മമായ നിലപാടുകൾ, വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് എന്നിവയെല്ലാം നിതിന് ഗുണം ചെയ്തു. മാത്രമല്ല, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ സ്വീകാര്യനാണ് അദ്ദേഹം. നബിന് മുന്നിലെത്തുന്ന ആദ്യ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ, അസം, തമിഴ്നാട്, കേരള, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ്. ദേശീയ അധ്യക്ഷ പദവിയിലെത്തുന്ന നബിൻ നിലവിൽ ബീഹാറിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പട്നയിലെ ബക്കിപൂരിൽ നിന്നുള്ള എം.എൽ.എയുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.